റോബിൻ എങ്ങനെയുണ്ടായിരുന്നു 24 എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി എല്ലാത്തിനും ഒന്ന് മാറി നിൽക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒന്ന് മാറി നിൽക്കായിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, എനിക്കങ്ങനെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു, നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ലെസൺ ആയിട്ട് പഠിച്ച് അതിൽ നിന്നും ഇനി ഒരു ആവർത്തന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസവും ഒരു പുതിയ പുതിയ കാര്യങ്ങളാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്റെ കല്യാണത്തിന്റെ ഒരു തീയതി ഈ വർഷമാണ് നമ്മൾ തീരുമാനിച്ചത്. 2024 തീരുമാനിച്ചത്. അതിനെക്കാട്ടി ഉപരി എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരാം, മെഡിക്കൽ ഫീൽഡ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, എന്റെ പ്രൊഫഷനിലേക്ക് അധികം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേരിലേക്ക് മാത്രമേ എന്റെ സർവീസ് ചെല്ലത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചിരുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യണമല്ലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഞാനിപ്പോ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ സോഷ്യൽ മീഡിയയിൽ. സോ ഞാനൊരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതെന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ അറിയാത്ത എല്ലാവർക്കും ഗുണം വരുന്ന ഒരു കാര്യമാണത്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ വരുന്ന ജനുവരി 20th ഞാനത് കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണം, ഒരു ലാർജ് സ്കെയിൽ സർവീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ചെന്റെ പ്രൊഫഷനിലേക്ക്, ബാക്ക് ടു മൈ പ്രൊഫഷൻ. സോ അതിൽ ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട് എന്റെ പ്രൊഫഷന് ഞാൻ അധികം കൺസിഡർ ചെയ്യാറില്ല എന്ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ് ഞാൻ എന്ത് ചെയ്ത ആ ഒരു പ്രൊഫഷനിലേക്ക് പോയത്. ഞാനത് സത്യം പറഞ്ഞാൽ ഒരു 8 വർഷം ഞാൻ അതിൽ ജിജി ഹോസ്പിറ്റൽ, ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് അറിയാം. ഞാൻ അത്രയും അത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളെപ്പോഴും ഒരു നമ്മുടെ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു ഹൈ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രിപ്പറേഷൻ എടുക്കുക, നമ്മൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം, ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാം. അവരെന്നെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പലരും എനിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്നത്. അത് എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഞാൻ സ്റ്റെത്തിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി വൈകാതെ നമ്മുടെ മെട്രോ പില്ലേഴ്സിലും ഈ പറഞ്ഞ പല സ്ഥലത്തും നമ്മുടെ ഫോട്ടോയൊക്കെ ഇതേപോലെ വരും. ഓൾറെഡി അതൊക്കെ സെറ്റാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, അതൊരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കമ്പനി ഓൾറെഡി ഒരു 5 years ആയിട്ട് ഇതിന്റെ പിന്നിൽ അതിന്റെ ഒരു ഹാർഡ് വർക്കും അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളെല്ലാം വെച്ച് അവരത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിന്റെ ഫേസ് ഞാനാണ്. ഓക്കെ, സോ അതുവഴി ഞാൻ പറയില്ലേ, ഗുണമുണ്ടാവും.